ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അനുഷ ഫാബ്രിക് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഒരു സാരി ബ്ലൗസ് എത്ര അറിയാത്തവർക്കും ഈസി മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ഉള്ള ഒരു മോഡലാണ് ഞാൻ കാണിക്കുന്നത്. അപ്പം എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായി കാണുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്ത ശേഷം വീഡിയോ പൂർണ്ണമായി നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ലൈനിങ് ബ്ലൗസിൽ ക്രോസ് കട്ടിങ് ചെയ്തിരിക്കുന്ന ഒരു ബ്ലൗസ് എങ്ങനെയാണ് ഈസി മെത്തേഡിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ സാധിക്കുക എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത്. ഇവിടെ വിത്ത് ലൈനിങ് ആണ്. ലൈനിങ് മേലെ ഇട്ട് കട്ട് ചെയ്ത് ബോഡി അടിയിലിട്ടിട്ട് അതിൻ്റെ മേലെ ഫസ്റ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. നെക്കിൻ്റെ ഷേപ്പിൽ ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. ലൂസ് വരെയിട്ട് ലൈനിങ് എപ്പോഴും ഫ്ലാറ്റായി വെച്ചിട്ട് വേണം നമ്മൾ അറ്റാച്ച് ചെയ്യാനായിട്ട്. കാലിഞ്ച് മാർജിൻ ഇട്ടിട്ട് വേണം ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട്. വൺ സൈഡ് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓപ്പോസിറ്റ് സൈഡ് ഇങ്ങനെ ഇട്ട് നോക്കിയ ശേഷം തിരിഞ്ഞു പോകാതെ ഇട്ട് നോക്കണം. ഇട്ട് നോക്കിയ ശേഷം അതിൻ്റെ മേലെ ലൈനിങ് എടുത്ത് വെക്കുക. നെക്കും രണ്ട് നെക്കും ഒരേ സൈഡിൽ വരുന്നത് പോലെ ഓപ്പോസിറ്റ് സൈഡിൽ നെക്ക് ഷേപ്പ് വെച്ച ശേഷം വേണം അടുത്ത പീസ് നമ്മൾ ജോയിൻ ചെയ്യാൻ. ഇല്ലെങ്കിൽ നെക്കുകൾ തമ്മിൽ തിരിഞ്ഞു പോകും. പിന്നെ അത് നമുക്ക് അഴിക്കേണ്ട ആവശ്യം ഇത് ആകും. അതുകൊണ്ട് അഴിക്കാതെ രണ്ട് സൈഡും ഓപ്പോസിറ്റ് സൈഡും വെച്ച് സെറ്റ് ചെയ്ത ശേഷം വേണം ലൈനിങ് അറ്റാച്ച് ചെയ്യാനായിട്ട്. ടക്കിടുന്ന രീതിയാണ്. രണ്ട് ടക്കിടുന്നതിന് ഇവിടെ ഫ്രണ്ടിൽ നിന്ന് ഒരു 3.5 ഇഞ്ച് മാറ്റിയിട്ട് ഇവിടെ നിന്ന് ഒരു 4 ഇഞ്ചിൽ ഒരു മാർക്ക് കൊടുക്കുക. മാർക്ക് കൊടുത്ത ശേഷം അതിനെ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഫസ്റ്റ് സ്റ്റിച്ച് കൊടുക്കുക. എപ്പോഴും 2 സ്റ്റിച്ച് കൊടുക്കേണ്ടതാണ്. സ്റ്റിച്ചിങ് നല്ല പെർഫെക്റ്റായിട്ട് സ്റ്റിച്ച് വീഴുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 2 സ്റ്റിച്ച് ഡബിൾ സ്റ്റിച്ച് എപ്പോഴും ഇടേണ്ടതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ വണ്ണം എത്രയാണെന്ന് ആവശ്യമായ വണ്ണം നോക്കിയിട്ട് ഇതിൽ 44 ആണ് ചെസ്റ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ 44 പ്ലസ് 44 വരുമ്പോൾ എത്ര വരുന്നത്? 11 വരും. വൺ സൈഡ് വരുമ്പോൾ 44 പ്ലസ് 1.5 ഇഞ്ച് മാർജിൻ ഇടുക. 44ൻ്റെ അവിടുന്ന് ഇങ്ങോട്ടേക്ക് 3 ഇഞ്ച് നമ്മൾ ടക്കിന് വേണ്ടി മാർക്ക് ചെയ്യുക. അവിടുന്ന് ഇങ്ങോട്ട് 4 ഇഞ്ചും കൂടെ മാർക്ക് ചെയ്ത് ആ മാർക്കിലേക്ക് ഈ ടക്കിൻ്റെ അതേ പോർഷനിലേക്ക് നമ്മൾ ശരിച്ച് ലൈറ്റായിട്ട് അടിച്ചു കൊടുക്കും. ഇപ്പോൾ സാരി ബ്ലൗസിനെല്ലാം 3 ടക്കുകൾ മതിയാവും. 4 ടക്കുള്ള ഫാഷനില്ല.
ഇപ്പോൾ പഴയ മോഡലാണ് 4 ടക്ക് കൊടുക്കുക. ഇപ്പം 3 ടക്കിലാണ് ബ്ലൗസ് എല്ലാം റെഡിയായി വരുന്നത്. നന്നായിട്ട് ഫ്രണ്ടിന് ഷേപ്പ് കൊടുക്കുന്നതിന് 3 ടക്കിൻ്റെ ആവശ്യമാണ് ഉള്ളൂ. അപ്പം 3 ടക്ക് മതിയാവും. ഓക്കെ, ഒരു സൈഡ് വൺ സൈഡ് ഫ്രണ്ട് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് അതേപോലെ തന്നെ ടക്കിന് മാർക്ക് ചെയ്യുക. ഇങ്ങോട്ട് 3.5 ഇഞ്ചും ഒരു 4 ഇഞ്ചുമാണ് മാർക്ക് വേണ്ടത്. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ഡൗട്ട് ക്ലിയർ ആക്കി തരുന്നതാണ്. ഇവിടുന്ന് നമുക്ക് എത്ര വണ്ണം വേണോ അത് നോക്കി കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് 3 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാറ്റിയാണ് ടക്ക് ഇടേണ്ടത്. അതുപോലെ തന്നെ ടക്കിൻ്റെ നീളം വന്നിട്ട് 4 ഇഞ്ചും ഇങ്ങോട്ട് ഈ ടക്കിന് നേരെ തന്നെ 4 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇപ്പോൾ 2 ഫ്രണ്ടും നമ്മളിവിടെ റെഡിയാക്കി കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കട്ടിങ്ങിന് ഫ്രണ്ട് കൈക്കുഴി കുഴിച്ച് വെട്ടിയിട്ടില്ലെങ്കിൽ കുറച്ച് നോക്കിയിട്ട് അതിൻ്റെ ഷേപ്പ് കുറച്ചുകൂടെ കുഴിച്ച് വെട്ടാവുന്നതാണ്. നമുക്ക് എത്ര വണ്ണം വേണോ, ഏത് സൈസ് അനുസരിച്ചാണ് നമ്മൾ തയ്ക്കുന്നത് അതനുസരിച്ചുള്ള നമ്മൾ സൈസ് റെഡിയാക്കി എടുക്കുക. ഇവിടെ 44 ആണ് സൈസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ 10.5 ഇഞ്ചാണ് അല്ല 42 സൈസാണ് റെഡിയാക്കി എടുക്കുന്നത്. അതുകൊണ്ട് 10.5 ഇഞ്ചാണ് ഞാൻ റെഡിയാക്കുന്നത്. 10 ഇഞ്ചിലാണ് ഇവിടെ നാച്ച് അടിക്കുന്നത്. അപ്പോൾ ചെസ്റ്റിൻ്റെ അളവ് കറക്റ്റായിട്ട് നോക്കിയിട്ട് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്യണം. നെക്സ്റ്റ് നമുക്ക് ഫ്രണ്ടിൽ പട്ടി റെഡിയാക്കണം. ഫ്രണ്ടിൽ പട്ടി റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട്